അപ്പോൾ ലെക്സസ് കിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക. അത് ABS ടൈപ്പ് എന്നങ്ങോട്ട് പറയുന്നത്. ABS ടൈപ്പ് ഒരു മെറ്റീരിയൽ, അതായത് ഫൈബറിൻ്റെ അല്ലാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഉള്ള ഫിനിഷിങ്ങിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ കുറച്ച് കാലം കഴിയുമ്പോൾ, ഒരു വർഷമൊന്നും എനിക്കറിയില്ല, എത്ര നാളായെന്ന് എനിക്കറിയില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് ഇതേപോലെ പൊട്ടലും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് അഥവാ പൊട്ടിയിട്ട് കുറച്ച് പെയിൻ്റ് അടിച്ച് വിട്ടാൽ പോലും കുറച്ച് കഴിയുമ്പോൾ ഇത് വൈബ്രേഷൻ ചെയ്യുന്ന വണ്ടികളാണല്ലോ, ഡീസൽ വണ്ടികളാണല്ലോ. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സാധനം ഓട്ടോമാറ്റിക് ക്രാക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലെക്സസ് കിറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ സൈഡിലെ സ്കർട്ടിങ് കാര്യങ്ങളും ഫ്രണ്ടിലെ സ്കർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മെറ്റീരിയൽ നല്ലത് യൂസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഗ്യാപ്പിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു മോഡലിലുള്ള ലെക്സസ് കിറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ ചെയ്യണില്ല, മറ്റുള്ള നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ നല്ല മെറ്റീരിയലിനെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഡാമേജ് മെറ്റീരിയലും അതിൻ്റെ വരുന്നുണ്ട്, അതല്ല ലൈഫ് കുറഞ്ഞ മെറ്റീരിയലും അതിൻ്റെ വരുന്നുണ്ട്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ചെയ്യുന്നവർക്ക് ഒരു ഇതായിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഇത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾക്കിപ്പോൾ Type 4 ആക്കാനായിട്ട് തന്നിരിക്കുക. അതായത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് സാധാരണ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഉണ്ടായ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ആള് ഇത്ര എക്സ്പെൻസ് ചെയ്തിട്ട് ഇത്ര സാധനങ്ങൾ മുടക്കി, എന്നിട്ട് വീണ്ടും ഒരു 2 വർഷം എനിക്കറിയില്ല എത്ര നാളായെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ എക്സ്പെൻസ് നമ്മൾക്കിപ്പോൾ മുടക്കിയിട്ട് വീണ്ടും പഴയ മാതിരി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വിഷമമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മളുടെ മെക്കാനിക്കൽ പരമായിട്ടും പെയിൻറ്റിങ് പരമായിട്ടും ഗ്യാരേജ് പരമായിട്ടും അതേപോലെ തന്നെ റിവ്യൂസും ട്രാവലിങ്ങും ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ബൈ.